സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി.വി. അൻവർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇടതുപക്ഷം അൻവറിനെ വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻവർ മുഖ്യമന്ത്രിയെ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും എന്ന് വിശേഷിപ്പിച്ചത്. വി.എസ്. അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനമെന്നും അൻവർ ആരോപിച്ചു. മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പി.വി. അൻവർ ചോദ്യം ചെയ്തു. ന്യൂനപക്ഷ സംരക്ഷണം പറഞ്ഞ രണ്ടാം തവണ അധികാരത്തിലെത്തിയ സർക്കാർ NRC, CAA വിഷയങ്ങളിൽ കേരളത്തെ വഞ്ചിച്ചുവെന്നും കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്നും അൻവർ ആരോപിച്ചു. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ മനുഷ്യരെ വഞ്ചിച്ചുവെന്നും ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സമുദായത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പി.വി. അൻവർ കുറ്റപ്പെടുത്തി. മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നതിനെയും അൻവർ ചോദ്യം ചെയ്തു. 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് യുവാക്കളെയും കർഷകരെയും പ്രവാസികളെയും മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്നും അൻവർ ആരോപിച്ചു. കർഷകരോട് കൊടും വഞ്ചനയാണ് നടത്തിയതെന്നും ജപ്തി നടക്കില്ല എന്ന് കേരളത്തിന് ഉറപ്പു നൽകിയിട്ടും നിരവധി പേർ ജപ്തി കാരണം മരിച്ചെന്നും അൻവർ പറഞ്ഞു. പ്രവാസികളെയും മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞ് വഞ്ചിച്ചുവെന്നും നിതാഖത്ത് കാരണം മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചുവെന്നും പി.വി. അൻവർ കൂട്ടിച്ചേർത്തു. വി.എസ്. ജോയി പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോഴും പലരും മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ പിന്മാറില്ലെന്നും അൻവർ ഉറപ്പിച്ചു പറഞ്ഞു. O.T. ജെയിംസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDF-നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ വലം കൈയായിരുന്നിട്ടും ജെയിംസിനെ അംഗീകരിച്ചില്ലെന്നും പി.വി. അൻവർ വെളിപ്പെടുത്തി. ആര്യാടൻ ഷൗക്കത്തിനോട് ഇത്തവണ ജയിക്കില്ലെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും 2026 നിലമ്പൂരിൽ മത്സരിക്കാമെന്നും ഷൗക്കത്തിനോട് പറഞ്ഞിരുന്നുവെന്നും അൻവർ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ഷൗക്കത്ത് നേർക്കുനേർ ഇരുന്ന് തന്നോട് പറഞ്ഞതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇടതുപക്ഷ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഞാനൊരു വഞ്ചകനാണ് എന്ന ഒരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനം ആ വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ്. സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി.എസ്. അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും. തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും? അദ്ദേഹം നടത്തിയ ചില വഞ്ചനകൾ, അടുത്ത കാലത്ത് നടത്തിയ ചില വഞ്ചനകൾ കേരളത്തിലെയും പ്രിയപ്പെട്ട ജനങ്ങളുടെയും പ്രിയപ്പെട്ട സഖാക്കളുടെയും മുന്നിൽ അവരുടെ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കാനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം എനിക്ക് വിളിക്കേണ്ടി വന്നത്. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.